ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ഒരു കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അത് സ്ഥാപിതമായ കാലം മുതൽ പ്രദേശവാസികൾ പല പരാതികളുമായി വന്നു. ഞാൻ നിയമസഭാ സാമാജികനായ ഉടൻ തന്നെ ആദ്യം ചെയ്തത് ആ പ്രദേശം സന്ദർശിക്കുകയായിരുന്നു. എനിക്കത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ പുഴയെ ഇത് മാലിന്യപ്പെടുത്തുന്നുണ്ട്. കൂടത്തായി വരെയുള്ള പ്രദേശങ്ങൾ, അതുപോലെ ഈ പുഴയുടെ അക്കരെയുള്ള പല പ്രദേശങ്ങളിലും ഈ ദുർഗന്ധം കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മാത്രമല്ല, പുഴയും ഇത് വഴി മാലിന്യപ്പെട്ടിട്ടുണ്ട്. യാതൊരു നിബന്ധനകളും പാലിക്കാതെയാണ് ഫ്രഷ് കട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവിടെ സംസ്കരിക്കാൻ പറ്റുന്നതിന്റെ ഇരട്ടി കോഴി വേസ്റ്റ് അവരവിടെ കൊണ്ടുവന്ന് സംഭരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബയോഡക്റ്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ അവിടെ സ്മെല്ല് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പല സന്ദർഭങ്ങളിൽ അവരോട് നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ലെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ അതിനുശേഷം പഞ്ചായത്തിൽ പോയി. പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് പരിശോധിച്ചു. അങ്ങനെ സെക്രട്ടറിയോട് അന്ന് ഞാൻ നിർദ്ദേശിച്ചതാണ്. കാരണം മിനിറ്റ്സിൽ പറയുന്നുണ്ട് നിബന്ധനകൾ പാലിക്കുന്നില്ലെങ്കിൽ ഏത് സമയവും ലൈസൻസ് ക്യാൻസൽ ചെയ്യാമെന്ന്. അതനുസരിച്ച് പഞ്ചായത്ത് പിന്നെ വളരെ ശക്തമായ കാര്യങ്ങളിലേക്ക് നീങ്ങി. പലതവണ അവിടെ ഇവർക്ക് നോട്ടീസുകൾ കൊടുക്കുകയുണ്ടായി. കളക്ടർ മുന്നിൽ ഞാനും അതുപോലെ തന്നെ അവിടുത്തെ പ്രദേശവാസികളും അടക്കം ചെന്ന് നിവേദനം നടത്തുകയുണ്ടായി. നിയമസഭയിൽ ഇത് സംബന്ധിച്ച് ഞാൻ 2 തവണ ഉന്നയിക്കുകയുണ്ടായി. ഒരു തവണ സബ്മിഷനായി ഉന്നയിച്ചു, മറ്റൊരു തവണ പ്രസംഗത്തിന്റെ ഭാഗമായി ഞാൻ ഇക്കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ആ സമരങ്ങളിലെല്ലാം ഞാൻ പങ്കെടുത്തു. അവിടുത്തെ സമര പന്തലിൽ പോയി ആ ജനങ്ങൾക്ക് ഞാൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. അന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതിൽ ഒത്തുകളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവർക്ക് കളക്ടർ കൊടുത്തിട്ടുള്ള നിർദ്ദേശത്തിനും അപ്പുറം ഉള്ള സമയപരിധികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് പഞ്ചായത്ത് വളരെ ശക്തമായ രീതിയിൽ ലൈസൻസ് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ഇപ്പോൾ പഞ്ചായത്ത് ഡയറക്ടർ നേരിട്ട് അവർക്ക് നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതിൽ വലിയ ഗൂഢമായ ചില കളികൾ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇനിയും നിയമസഭ വരാൻ പോവാണ്. നിയമസഭയിൽ ഇത് പ്രശ്നമാക്കും. ഞാൻ പഞ്ചായത്ത് ഡയറക്ടർ നേരിട്ട് കണ്ട് നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ലൈസൻസ് പുതുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കാൻ നിങ്ങൾക്ക് അധികാരം നൽകി? അവിടെയുള്ള ജനങ്ങൾ എത്രയോ കാലമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ പുച്ഛമായി കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് ഡയറക്ടർക്ക് ജനവികാരങ്ങൾക്കെതിരെ ഒരു സ്ഥാപനത്തെ മാത്രം പിന്തുണച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ആ കാമൻ വിവിധ സ്ഥലങ്ങളിലൂടെ ചില സന്ദർഭത്തിൽ അവർ കോടതിയിൽ പോകും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഞങ്ങളിതൊന്നും പാലിക്കാൻ തയ്യാറല്ല. ഇവിടെ മാലിന്യം ഉള്ള പുഴ മലിനപ്പെട്ടോട്ടെ, ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. വായു മലിനീകരണം ഉണ്ടായിക്കോട്ടെ, ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. ഞങ്ങളുടെ ബിസിനസ്സുമായി മുന്നോട്ട് പോകും എന്ന് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ശാഠ്യം പിടിക്കാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ടോ? ഇവിടെ മനുഷ്യാവകാശമില്ലേ? ആ മനുഷ്യാവകാശത്തെ ധ്വംസിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തെ ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. ഇത് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ടുള്ള പ്രക്ഷോഭത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതും അതിനു പുറമെ ഏതൊക്കെ രീതിയിൽ ഇത് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റുമോ സമ്മർദ്ദം ചെലുത്തുക, ജനങ്ങളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പച്ചയായി തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.